എല്ലാവരും ഇങ്ങോട്ട് നോക്കി. പ്രധാനമന്ത്രിക്കെതിരായ കൊലവിളി വീഡിയോയിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ചയുടെ പരാതി. നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്നും. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ പോലും ഇത്തരത്തിൽ തുറന്ന രീതിയിൽ വധഭീഷണി മുഴക്കാൻ ഇത്തരക്കാർ തയ്യാറാകുന്നുവെങ്കിൽ, ധൈര്യപ്പെടുന്നുവെങ്കിൽ പ്രശ്നം വളരെ വളരെ ഗുരുതരമേറിയതാണ്. ഇതിനെതിരെ സംസ്ഥാന നേതൃത്വം തീർച്ചയായിട്ടും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, വിയോജിപ്പുണ്ടാവാം, വിമർശനങ്ങളുണ്ടാവും. ആശയപരമായിരിക്കണം അത്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിക്കൊണ്ട് ഇത്തരക്കാർ വീഡിയോ ഇടുന്നത് പ്രശ്നം എത്രത്തോളം ഗുരുതരമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവൻ പോയാൽ എത്രത്തോളം പോകും നമുക്ക് നോക്കാം. രാഷ്ട്രീയ പാർട്ടികളുള്ള ഭിന്നത ഇതാണോ കാണാൻ സാധിക്കുന്നത്? വ്യക്തമായ മതവർഗീയതയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ന്യായീകരണ തൊഴിലാളികളൊക്കെ വരും കേട്ടോ, ന്യായീകരിച്ചുകൊണ്ട് നന്മമരം കളിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അവർ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ഇടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് കേട്ടോ. വേണ്ടടോ, താനിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി വളച്ചു കേട്ടണ്ട, കാര്യം എന്താന്ന് പറഞ്ഞാൽ മതി. സാധ്യതയും കൂടുതലാണ്. കാരണം ഇതിനടിയിൽ ഇയാൾ ഇട്ടിരിക്കുന്ന, ഈ രാജ്യദ്രോഹിയായ ജിഹാദി ഇട്ടിരിക്കുന്ന വീഡിയോയുടെ അടിയിൽ ഇവനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കമന്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും. ഈ കൂട്ടർക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് എന്താണ് ഇത്ര ചൊറിച്ചിൽ? നിങ്ങൾക്ക് ചൊറിച്ചിൽ വരണമെങ്കിൽ മാറിയിരുന്ന് ചൊറിഞ്ഞു തീർക്കാം. സാറേ, ന്യൂനപക്ഷമാണെന്നും കൊണ്ട് എന്തും പറയരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ സ്വാഭാവികമായതുകൊണ്ടും ഇതുപോലെയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ളവരെ ഉൾപ്പളകം കൊള്ളിക്കാൻ സാധിക്കുന്നത് കൊണ്ടും ആരോട് പറയാൻ, എന്ത് പറയാൻ? സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഇവൻ നേരിട്ട് പറഞ്ഞു. ഇതേ ആറ്റിറ്റ്യൂഡിൽ പലരും പറഞ്ഞത് ഇതിനു മുമ്പും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ BJP-യുടെ നേതാക്കളും മിണ്ടുന്നില്ല. പിന്നെ നിനക്ക് എന്താണ് സൂക്കേടെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു സ്വയം സേവകനാണ്, എന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. സന്തോഷ വാർത്തയുണ്ട്, ഈ സംവാദത്തിൽ ചേട്ടൻ ജയിച്ചു. ഇതുപോലെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കും. ഇങ്ങനെയുള്ളവന്മാരെ എല്ലാവരെയും കൊണ്ടുവരുന്നത് കൊണ്ട് എനിക്ക് കിട്ടിയ വർഗീയവാദി പട്ടം ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഈ ഫോട്ടോയിൽ കാണുന്ന ഡാഷിന്റെ മോൻ രാവിലെ മുതലേ ഒരു വീഡിയോ നിങ്ങൾ ഇതിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലെ? പ്രധാനമന്ത്രിനെ വളരെ മോശമായിട്ട്, എന്താ പറയേണ്ടത്, അത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ, ആ നരേന്ദ്രമോദി തല വെട്ടോടാ, വെള്ളിയാഴ്ച ദിവസം തന്റെ തല വെട്ടിരിക്കുക. ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റും റിപ്പോർട്ടും കൊണ്ട് സുഡാപ്പി അങ്ങ് പൂട്ടിച്ചു. പക്ഷെ അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ നല്ല കമന്റ് ആയിരുന്നു. പക്ഷെ ഒരൊറ്റ സുഡാപ്പി പോലും കമന്റ് ഇട്ടിട്ടില്ല. ഇത് മാക്സിമം ഇവന്റെ ഫോട്ടോ എല്ലാവരിലേക്കും, എല്ലാ ജനങ്ങളിലേക്കും എത്താൻ നിങ്ങൾ ശ്രമിക്കുക. അത് 100% ഗ്യാരണ്ടി. ഓക്കെ, അപ്പൊ ഇതിന്റെ തക്കതായ ശിക്ഷ എവിടുന്നാണെങ്കിലും, ആ വീഡിയോ ചെയ്തത് എവിടെയാണെങ്കിലും, പുറത്ത് നിന്ന് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, ഗൾഫിൽ ഇരുന്ന് വീരവാദം ചെയ്യുന്ന ഒരുപാട് ടീമിനെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഇവനെ പറ്റിയുള്ള വിവരങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അറിയിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവം ഏതൊക്കെ രൂപത്തിലാണ് സുഡാപ്പികളോട് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താണ്, അവര് ക്യാപ്സ്യൂളായിട്ട് വരും. അതുകൊണ്ട് അവരോടല്ല എനിക്ക് എല്ലാ ആൾക്കാരോടും മാക്സിമം ഷെയർ ചെയ്യാം. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. നരേന്ദ്രമോദിയുടെ തല ഇറക്കുമെന്നാണ് ഈ മേനകെട്ട മറ്റേ ഉണ്ടായവൻ പറയണത്. വെടിവെച്ച് കൊല്ലണം അതിനെ. നമുക്ക് എല്ലാരും കേൾക്കാല. അതും വെള്ളിയാഴ്ച ഇറക്കുന്നു. അങ്ങനെ വെള്ളിയാഴ്ചയുള്ള പ്രത്യേകത ഉണ്ട്. അങ്ങനെ ആ ഗ്യാപ്പിലൂടെ എങ്ങനെ തിരികെ കയറി അവിടെ അത് എത്താൻ പറ്റും നമുക്ക് നോക്കാം. ആ പ്രത്യേകത അറിയണവരുണ്ടെന്ന് കമന്റ് ചെയ്യണം. അതോടൊപ്പം ഈ നരേന്ദ്രമോദിനെ കൊല്ലും, അറക്കും, തലറക്കും എന്ന് പറഞ്ഞ അവന്റെ അഡ്രസ്, അവനെ തിരിച്ചറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സ് ഒന്ന് ഇടണം. മനസ്സിലായില്ലേ? യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. ഇവിടുത്തെ BJP നേതാക്കന്മാരും അതുപോലെ BJP അനുഭാവികൾക്ക് ഇത് കാണണമെങ്കിൽ ഇവനെതിരെ കൃത്യമായിട്ട് കേസ് കൊടുക്കാൻ തയ്യാറാവണം. ഒരനുഭവം നമുക്കുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റേ പഹൽഗാം വിഷയത്തിൽ കമന്റ് ഇട്ടവനെ പൊക്കി അകത്തിട്ടേക്കണ. പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് 2 ഇടി കിട്ടണം ആഗ്രഹിക്കും. ഇമാതിരി ടീമിനെ എന്റെ കൈ കിട്ടിയ ഞാടി നല്ല ഇടിയിടിക്കും. അതുപോലെ തന്നെ ഇതുപോലെ ആത്മവിശ്വാസത്തോടെ വെള്ളിയാഴ്ച നരേന്ദ്രമോദിയുടെ തല അറക്കുമെന്ന് പറഞ്ഞ ഈ പന്നിക്കുണ്ടായ അവന കറക്റ്റായിട്ട് ഇവിടെ ഈശ്വരനാണ് ഈ സമയത്ത് ഇവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചേ. തൂക്കി ചുവന്ന കരങ്ങളോട് തൂക്കി. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ട വീഡിയോ ആണ്. നരേന്ദ്രമോദിനെ കൊല്ലും എന്ന് പറയുന്ന വ്യക്തിയുടെ അഡ്രസ് കണ്ടെത്തി തന്നെ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. സത്യം പറഞ്ഞാൽ ആ വീഡിയോ ശേഷം ഞാനൊരു യാത്രയിലായതുകൊണ്ട് എനിക്ക് അതിന്റെ കമന്റുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. പക്ഷെ അതിന്റെ ഇടക്കാണ് പിന്നീട് ഇവിടെ യാത്ര കഴിഞ്ഞ് രാത്രി വന്നപ്പോഴാണ് സിക്കന്ദർ MP എന്നുള്ള വ്യക്തി എനിക്ക് മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കണ്ടത്. കാരണം ഈ പറഞ്ഞ വ്യക്തി ഇയാളുടെ വാർഡിലെ ആളാണ്. ആളുടെ പേര് മിഥുൻ എന്നാണ്. ഏതായാലും നമ്മൾ ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി അത് സംഖ്യയാണെന്ന് പറഞ്ഞിട്ട് പലരും കമ്പ്ലൈന്റ്. സംഖ്യ ആയിക്കോട്ടെ, അയാൾ മുൻ BJP-കാരനായിക്കോട്ടെ, ഏതായാലും നിലവിൽ BJP അനുഭാവിയായ നരേന്ദ്ര. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്, താൻ ചിന്തിച്ചിട്ടുണ്ടോ? ചേട്ടാ, ഒലിക്കുന്നു തുടക്ക്. എത്ര നിഷ്കളങ്കം, എത്ര കരണീയം. ചേട്ടൻ ഈ പറഞ്ഞത് അല്പമെങ്കിലും ആത്മാർത്ഥയും നിഷ്കളങ്കമായിട്ടാണെങ്കിൽ ഒറ്റ ചോദ്യമുണ്ട്. ആദ്യം മിഥുനെതിരെ ഇട്ട, മിഥുനാണെന്നറിയാതെ ഏതോ മുസൽമാനാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിയവൻ ആ മുസൽമാനാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇട്ട പോസ്റ്റ്
അതിൽ ഈ പ്രയോഗം നടത്തിയതിനു വേണ്ടിയാണ്. അതും വെള്ളിയാഴ്ച ഇറക്കുന്നു. അങ്ങനെ വെള്ളിയാഴ്ചയുള്ള പ്രത്യേകത ഉണ്ട്. അങ്ങനെ ആ പ്രത്യേകത അറിയണവരുണ്ടെന്ന് കമന്റ് ചെയ്യണം. അത് വലിയ സഹോദരന്മാരെ നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്നു പോകും. ആര് കേട്ടാലും വിശ്വസിക്കില്ലേലും ഞാനൊരു കാര്യം പറയാം. ദൃശ്യങ്ങളിലുള്ള ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിക്കെതിരായ കൊലവിളി വീഡിയോയിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താ? പ്രത്യേകത ഇതവന്റെ വെള്ളി. ചേട്ടൻ അവന്റെ ഭാഷ കേട്ടപ്പോൾ അവനൊരു മലബാരിയാണെന്നും താടി കണ്ടപ്പോൾ അവനൊരു മുസൽമാനാണെന്നും വെള്ളിയാഴ്ച എന്ന് പറഞ്ഞപ്പോഴേക്കും മുസ്ലിങ്ങൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസമാണെന്ന് വിചാരിച്ചപ്പോഴാണ് എവിടെ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും ആദ്യം ആൾക്കാർ മെക്കിട്ട് കയറുന്ന എന്റെ ആയിരിക്കും. ചേട്ടൻ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു ഇതൊരു മുസൽമാനാണെന്ന്. അങ്ങനെ കേൾക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു അർത്ഥം ജനിപ്പിക്കുന്ന രൂപത്തിൽ വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞങ്ങ് കത്തിച്ചു. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. ഇതൊരു മത ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ജില്ലകളിലെ ആളുകളാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് മനസ്സിലായത് സോഷ്യൽ മീഡിയയിൽ. എന്റെ അറിവിൽ തന്നെ ഏകദേശം 20 വർഷത്തോളമായിട്ട് ഇദ്ദേഹം ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരാളാണ്. വർഗീയ പ്രചാരണമായിരുന്നു. പക്ഷെ ആ പ്രതിന്റെ പേര് മിഥുനാണെന്ന് അറിഞ്ഞതോടുകൂടി ചാണക സംഖ്യ കണ്ടില്ല, കണ്ടം വഴി ഓടലാണ്.